എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് ലോസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിനുള്ള ഒരു ആൻസർ ആണ് പറയുന്നത്. ട്രേഡിംഗ് നമുക്ക് ഒരിക്കലും ലോസ് വരാതെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റീനെ നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കണം. കാരണം നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല. ചില ദിവസം നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവും. ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ചില ദിവസം ലോസ് ആയിരിക്കും ഉണ്ടാവുക, ചില ദിവസം പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സക്സസ് ആണ് എന്നാണ് അതിനർത്ഥം. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല. ട്രേഡിംഗ് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഓൺലൈൻ ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് ആഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും പല ആളുകളും ഇതിലേക്ക് വരുന്നത്. അതിലൊക്കെ നമ്മളത് അഡ്വർടൈസ്മെന്റ് ആണ്. അതൊരു ബിസിനസ് കൂടിയാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഡെയിലി നിങ്ങൾക്ക് ഇത്ര ഡോളർ നേടാം. അപ്പം നമ്മളതൊരു ഇന്ത്യൻ റുപ്പിയിലേക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ തരുന്നു, അല്ലെ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്നു, അല്ലെങ്കിൽ അക്കൗണ്ട് മാനേജ്മെന്റ് നമ്മൾ ചെയ്തു തരുന്നു, 50% പ്രോഫിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അങ്ങനെ ലോസ് ഒന്നും വരുത്തുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് ഒരു പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ലോസുകൾ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്നിട്ട് എന്താ പറയാ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഓരോ ലിങ്കുകളൊക്കെ കാണുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോകും. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് ഒരിക്കലും ലോസ് വരാതെ തരാം എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് അതിലൊരു എന്താ പറയാ ഒരു ചീറ്റിംഗ് ഉണ്ട്, ഒരു കള്ളത്തരം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. കാരണം അത് അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പറയുന്നത്. നമുക്കൊരിക്കലും അത് ഒരിക്കലും ലോസ് വരില്ല. ഒരു 99 വരെയൊക്കെ മാക്സിമം, ഒരു 1% നമുക്ക് അവിടെ ഇട്ടേ മതിയാവുള്ളൂ. കാരണം ഒരു 100% എന്ന് പറയുന്ന ഒരു ആക്യുറസി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഓവറോൾ ഒരു പ്രോഫിറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ട്രേഡിംഗ് ഒരിക്കലും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ള ആളുകൾ നമ്മൾ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. അപ്പത്തേനും നമുക്ക് കൂടുതൽ ഇൻകം വേണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ആ ദിവസം നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മളെന്താ ചിന്തിക്കുക? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് വിചാരിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ആരുടെ അടുത്തുനിന്നും കടം വാങ്ങിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ ഒക്കെ നമ്മൾ വീണ്ടും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും നമുക്ക് എടുക്കുന്ന ട്രേഡിങ്ങിൽ ലോസ് വരുന്നത്. അപ്പൊ നമ്മളുടെ ലോസ് കൂടുതലായിരിക്കും. നമ്മൾ എത്ര ലോട്ട് സൈസ് കൂട്ടുന്നോ ലോസ് വരുമ്പോൾ അത്രയും ഇത് കൂടുതലായിരിക്കും. അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോഴത്തേനും ലോസ് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം എക്സൈറ്റഡ് ആകുന്നോ അതിന്റെ 100 ഇരട്ടി ഡൗൺ ആയിരിക്കും നമുക്ക് ഒരു തവണ ലോസ് വരുമ്പോൾ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമുക്കൊരു കൺട്രോൾ വേണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വളരെയധികം കൺട്രോൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മളുടെ ഇൻകത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെന്റേജ് മാത്രമാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് എത്ര പ്രോഫിറ്റ് എനിക്ക് കിട്ടിയാലും ഞാൻ പതിയെ അല്ലാണ്ട് അതിന്റെ ക്യാപിറ്റൽ കൂട്ടില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. കാരണം ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഇമോഷനാണ് നമ്മളെ പലപ്പോഴും ലോസുകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. പലപ്പോഴും ബിഗിനർ ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അടക്കം വരുത്തിയൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കണ്ട എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ എടുക്കുന്ന സിഗ്നൽ, ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ എടുക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം എനിക്ക് വളരെ പെട്ടെന്ന് പ്രോഫിറ്റിലേക്ക് പോകുന്ന കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ പോയിട്ടുണ്ട്. ചില സമയത്ത് മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ചില സമയത്ത് മാർക്കറ്റ് ഹൈ വോളറ്റൈൽ ആകുന്ന സമയത്ത്, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത സമയത്ത് ഈ ലോസിന് യാതൊരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഇനി TP സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മളുടെ റിസ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു മിനിമം ലോട്ട് സൈസിൽ മാത്രം എടുക്കുക. പിന്നെ എൻട്രികൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു എന്ന് കാണുന്ന സമയത്ത് ആ കറണ്ട് പൊസിഷനിൽ എടുക്കാതെ നമുക്കൊരു പെർഫെക്റ്റ് എൻട്രി എത്രയാണെന്ന് നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ആ ഒരു എൻട്രി വരുന്ന സമയത്ത് അതിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ളത് നമുക്ക് ഓക്കെയാണ്. അതല്ലാണ്ട് ആ ഒരു എൻട്രിയിൽ മാത്രം നമ്മൾ ഇതെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പെർഫെക്റ്റ് എൻട്രി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക.
പിന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനേക്കാൾ മേളിൽ റിവാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ വെക്കുക. പിന്നെ നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ മെന്റൽ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ നിന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക. പലപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നത് നമ്മൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന സമയത്താണ്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ചില കേസുകളിൽ നമ്മുടെ എൻട്രിയിൽ ചില എന്താ പറയുക, ഒരു പെർഫെക്റ്റ് എൻട്രി അല്ല നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളുടെ ടാർഗറ്റിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവും. ചെറിയൊരു ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പിന്നീട് മാർക്കറ്റ് റിട്ടേൺ പോകുന്ന സമയത്ത് നമുക്ക് അതേ പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ലോസിലേക്ക് പോകുന്ന അവസ്ഥകളുമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് മെന്റലി ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് സ്കാൽപ്പിംഗ് ട്രേഡാണ്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒരു പെർഫെക്റ്റ് എൻട്രി ആണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പ്രോഫിറ്റ് എനിക്ക് വേണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഒഴിവാക്കുക. നമ്മൾ കൂടുതലും ഇതില് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ഒത്തിരി നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് എനിക്ക് അതായത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ പ്രോഫിറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരുപാട് എനിക്ക് വേണം, അല്ലെ ഇന്ന് തന്നെ എന്റെ ബാധ്യതകളൊക്കെ തീർത്തേക്കാം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിനെ സമീപിക്കാതിരിക്കുക. കാരണം ഉള്ള കാശും കൂടി ചിലപ്പം പോകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. കാരണം ഇതൊരു മണിയുടെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പണം ഒരു എനർജി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ഒരു പരിധി വരെ ഈ ട്രേഡിംഗ് ലോസിലേക്ക് പോകുന്നതിന് കാരണം നമ്മളുടെ ഉള്ളിൽ നമ്മളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അത് മൈനസ് കൂടി കാണുന്ന സമയത്ത് നമ്മുടെ ആ നെഗറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കറിയാം ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി കൂടുകയാണ് ചെയ്യുക, അത് കുറയല്ല ചെയ്യുക. അപ്പത്തേനും മാർക്കറ്റ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കളിയായിരിക്കും. കൂടുതൽ ലോസിലേക്കായിരിക്കും നമ്മളെ കാണിക്കുന്നത്. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ റിട്ടേൺ വരുന്നത്. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാക്സിമം കൂളാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ട്രേഡിലേക്ക് പിന്നെ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസിന് വെയിറ്റ് ചെയ്യുന്നു. അതിനിടയ്ക്ക് കിടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് കാര്യങ്ങൾ കൊണ്ടുതരുന്നത്. അതായത് പുറകോട്ട് പോകുന്നെന്ന് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കുകയാണ് എന്നാൽ നമ്മുടെ റിസ്ക് കുറച്ചേക്കാന്ന് വിചാരിച്ച് ആ ലോസിൽ ഇടയ്ക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാതെ നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അപ്പം ഒരു പരിധി വരെ നമ്മൾ അതിനെ സറണ്ടർ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ നെഗറ്റീവ് എനർജി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ നെഗറ്റീവ് എനർജി കുറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എപ്പോഴും പ്രോഫിറ്റ് എന്നുള്ള ചിന്ത ഒഴിവാക്കി ഇതിൽ ലോസ് വരുമെന്ന് ചിന്തിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുക. പക്ഷെ എപ്പോഴും ലോസ് ആണെന്നുള്ള ചിന്തയല്ല. ലോസ് ഉണ്ടെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ഒരു ട്രേഡിംഗ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് റിലേറ്റഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ നല്ലപോലെ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.